നമ്മുടെ ടീം സഫാരി ലീഡർ ഡോക്ടർ അൻവർ ആൻഡ് ഫാമിലി മലയാളീസ് ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ 24 പേരുള്ള വലിയ ഗ്രൂപ്പാണ്. ബോബിന്റെ ഹെൽപ്പിലാണ് ഞങ്ങൾ നേപ്പാളിൽ എത്തി. അടിപൊളി ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇവരൊക്കെ എവറസ്റ്റ് കാണാൻ വേണ്ടിയുള്ള പരിപാടിയാണ് വീഡിയോ എടുത്തത്. അപ്പൊ ഞങ്ങളൊക്കെ എവറസ്റ്റ് കാണാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ. അറിഞ്ഞു എല്ലാവരും എവറസ്റ്റ് കാണാൻ പരിപാടി. അപ്പൊ എല്ലാവരും എവറസ്റ്റോടും കൂടി കാണാനുള്ള കാഴ്ചയിലാണ്. അപ്പൊ അറിയോ ബോബി, ശ്രുതി, ശിവരൊക്കെ ചാടിയവരാണ്. ജമ്പിങ് ചാടിയോ? അപ്പൊ എവറസ്റ്റ് കാണാൻ പോകുമ്പോ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മളെല്ലാ ടീം എത്തിയോ? ഒരു വണ്ടി കൂടി വരാല്ലേ? അപ്പൊ ഇത് നമ്മുടെ അമ്മച്ചി കേട്ടോ, മലയാളിയാ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മറ്റേ അമ്പലം ഉണ്ടല്ലോ, മണക്കാമന ഇവിടെ മുക്തിനാഥ്, അത് കണ്ടിട്ട് വരുന്നതാണ്. ഒരു വണ്ടി എത്താണ്ടല്ലോ. അപ്പൊ ഇതാട്ടെ നമ്മുടെ മൗണ്ടൻ ഫ്ലൈറ്റ്, അതായത് നേപ്പാളിലെ നിന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് മൗണ്ടൻ ഫ്ലൈറ്റ് ഉണ്ട്. 1 മണിക്കൂർ യാത്രയാണ്. 8600 രൂപ ഇന്ത്യൻ ടിക്കറ്റ് ചാർജ് വരും. പിന്നെ നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നതും എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ, ലുക്ല എയർപോർട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ മലയാളികളുടെ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഐ ഡി എടുത്തിട്ടില്ലേ? ചിലപ്പോൾ ആധാർ കാർഡിന് പകരം അവർ ഇലക്ഷൻ ഐ ഡി ചോദിക്കാൻ കാരണം ചോദിക്കൂട്ടോ. ചിലപ്പോൾ ഇലക്ഷൻ ഐ ഡി അത് മൊബൈലിൽ കാണിച്ചാലും മതി. ഇത് ആണോ? ചിലപ്പോൾ സമ്മതിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആധാർ കാണിച്ചാൽ മതി. പക്ഷെ ചിലപ്പോ ഇപ്പൊ ആധാർ ഇപ്പൊ അവർ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടേ. അത് മറ്റേ മൊബൈലിൽ കാണിച്ചാൽ മതി. എല്ലാം മൊബൈലിൽ കാണിച്ചാൽ മതി. ടിക്കറ്റ് മൊബൈലിൽ കാണിച്ചാൽ മതി, പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് രാവിലെ നമ്മുടെ മൗണ്ടൻ ഫ്ലൈറ്റിന്റെ തിരക്ക് കണ്ടോ. ഒരു കുഴപ്പമില്ല, സമയമുണ്ട്. അപ്പോൾ ഇത് രാവിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് എവറസ്റ്റ് ബേസ് ക്യാമ്പും എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നവരെ തിരക്കാതെ. നമുക്ക് കറങ്ങാൻ പറ്റും.